ഇന്നും നമ്മളൊരു യാത്രയിലാണേ. പക്ഷേ ഇന്ന് നമ്മൾ 3 പേര് മാത്രമല്ല, ലിജോപ്പനും ഉണ്ട്. സോ അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ലിറ്റി ജസ്റ്റിൻ. ഞാൻ അബുദാബിയിൽ നിന്ന് വ്ളോഗ് ചെയ്യുന്ന ഒരു പാവം പിടിച്ച പെൺകുട്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നമ്മുടെ ചാനലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ജസ്റ്റ് നമ്മളോട് പോയേ എവിടെ പോവാ? നമ്മൾ യാസിൽ പോവാണ് ഇന്നത്തെ. ഇതുവരെ നമ്മൾ പോകാത്ത ഷോപ്പിംഗ് മോൾ അല്ല, ദുബായ് അല്ല, അബുദാബി അല്ല, പിന്നെ എവിടെ പോകുന്നു? നമ്മൾ യാസിൽ പോവാണ്. സോ അതിനു മുമ്പായി ഞാനൊന്ന് മേക്കപ്പ് ഇട്ടിട്ട് വരാം. മേക്കപ്പ് ഇട്ടിട്ടില്ല. ഇത് കേട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ, ഞാൻ ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. കുറച്ച് കോമ്പാക്ട് പൗഡറും കണ്ണൊക്കെ എഴുതി ഒന്ന് മെനയാകാം എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ യാസിൽ പോവാണ്. യാസിൽ ചെന്നിട്ട് അവിടുന്ന് എന്താ പറയുന്നത്, ഒരു പരിപാടിക്കാണ് പോകുന്നത്. പക്ഷെ നമ്മൾ എന്താണ് ഇതുവഴി പോകുന്നതെന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ യാസിൽ നമുക്ക് ഇപ്പുറത്തൂടെ പോയാൽ മതി. ലൈക്ക് നമ്മളെപ്പോഴും പോകുന്നത് നമ്മൾ ഷേഖ് ഖലീഫ ബ്രിഡ്ജ് കയറിയിട്ടാണ്. പക്ഷേ ഈ പ്രാവശ്യം നമ്മളോട് ഗൂഗിൾ ചേച്ചി പറഞ്ഞു ഇതുവഴി പോകാൻ. ഗൂഗിൾ ചേച്ചി പറയുന്നത് കേട്ട് നമ്മൾ ഇതേ പോകുന്നു, ഏതോ വഴിക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ സമയമെടുത്തു. നമ്മളുടെ വഴി തെറ്റി. അറിയാവുന്ന പണിക്ക് പോയാൽ പോരെന്ന് ചോദിച്ച പോലെ അറിയാവുന്ന വഴിക്ക് പോയാൽ മതിയായിരുന്നു. ശരിക്കും നമുക്ക് 6:30 ആകുമ്പോൾ അവിടെ ചെല്ലേണ്ടതാണേ. അന്നൊരു ഒരു ടെൻഷൻ ജസ്റ്റിയുടെ മുഖത്തുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി യാസിനകത്ത് കയറി. അതിനകത്ത് പിന്നെയും നമുക്ക് എക്സിറ്റ് എടുത്ത് തിരിച്ചിറങ്ങിയിട്ട് വേണം പിന്നെയും കയറാൻ. അങ്ങനെ ഒരു പരിപാടിയും കൂടെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു 10 മിനിറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല നമ്മൾ തിരിച്ചിറങ്ങിയിട്ട് വേണം ഒന്നുകൂടെ കയറാനെന്ന്. അങ്ങനെ തിരിച്ച് ഇറങ്ങി കയറിയൊക്കെ ഒരു വിധത്തിൽ നമ്മൾ എത്തിപ്പെട്ടെന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ഒരു വഴിക്ക് പുറപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ലേറ്റ് ആകുന്നത് എന്ത് കഷ്ടമല്ലേ. പിന്നെ നമുക്ക് ടെൻഷൻ കയറുമ്പോൾ പിന്നെയും നമുക്ക് വഴി തെറ്റും. അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങൾ. ഇപ്പോൾ നമ്മൾ പോകുന്നത് കടലിനടിയിൽ കൂടിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടിയുടെ സ്ക്രീനിലൊന്ന് കാണിച്ചു നോക്കിയതാണ്. പക്ഷേ ഉണ്ടല്ലോ, ഫോണും കൊണ്ട് ഷൂട്ട് ചെയ്യുമ്പം അപ്പുറത്തും ഇപ്പുറത്തും വെള്ളമുള്ളത് കാണാൻ പറ്റുന്നില്ല. അതെന്താ അങ്ങനെ? എനിവേ വാട്ടെവർ ഇറ്റ് ഈസ്, നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഞാൻ പറയുന്നത് വിശ്വസിച്ചേ പറ്റൂ. അങ്ങനെ നമ്മൾ യാസിൽ വന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പിന്നെയും ഗൂഗിൾ മാപ്പ് നമ്മളോട് യൂട്ടേൺ എടുക്കുക, അങ്ങോട്ട് തിരികെ ഇങ്ങോട്ട് തിരികെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വെപ്രാളം പിടിച്ച് പോകുമ്പോൾ ഉണ്ടല്ലോ, റൈറ്റ് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ആയിട്ടൊക്കെ തോന്നും. എനിക്ക് മാത്രമാണോ അതോ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? അടുത്ത ലെഫ്റ്റ് അല്ലേ നീ? അല്ല, ഈ സിഗ്നൽ ആണ്. 800 മീറ്റർ കാമറോടി നേരെ വന്നു. അവിടെ 100 meters, make a U-turn. ഇപ്പം നമ്മൾ പോകുന്നത് യാസ് ഐലൻഡിൽ കൂടെ കേട്ടോ. ഇതാണ് യാസ് ഐലൻഡ്. ഇത് ഇവിടെ പുതുതായിട്ട് വന്ന കുറേ ബിൽഡിങ്സ് കാണാം. അബുദാബിയിൽ നിന്ന് നേരത്തെ വിട്ടുപോയവർക്ക് ഇത് ഞാൻ വേണേൽ കാണിച്ചു തരാം. ഇത് യാസ് ഐലൻഡിൽ പുതുതായിട്ട് വരുന്ന ബിൽഡിങ്സ് ഒക്കെയാണ്. അടിപൊളി സംഭവമാണ് നമ്മുടെ യാസ് ഐലൻഡ് കാണാൻ കേട്ടോ. ഇപ്പോൾ നമ്മൾ കുറേ ആയി യാസ് ഐലൻഡിൽ പോയിട്ട്. നമ്മൾ യാസ് ഐലൻഡിൽ മെയിനായിട്ടും യാസ് മോളിലാണ് പോകുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ യാസ് ഐലൻഡിൽ ചെന്നു. ജഡുവിൻ്റെ കൈ പിടിച്ചിട്ടുണ്ട് ജസ്റ്റി അല്ല ലിജോപ്പൻ, കാരണം അവൻ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടേ. എനിവേ ബൈ നമ്മൾ എവിടെ പോകാമെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബോട്ടേ കയറാൻ പോവുക കേട്ടോ. വെറും ബോട്ടല്ല, അബുദാബി വാട്ടർ ടാക്സി എന്ന് പറയും. അകത്ത് കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അകത്ത് കയറാൻ നമ്മൾ മാത്രമല്ല, സിസിലിനും ഫാമിലിയും ഉണ്ടായിരുന്നു, പിന്നെ വേറെ ആൾക്കാരും. കാരണം ഇതൊരു പബ്ലിക് ട്രാൻസ്പോർട്ടാണല്ലോ. പക്ഷേ നിങ്ങൾ ഇതുവരെ കയറിയിട്ടില്ലെങ്കിൽ ഒന്ന് പോകണം കേട്ടോ. നല്ല അടിപൊളി സർവീസ്. ഇപ്പം പിന്നെ ചൂട് തുടങ്ങിയാവും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോയിട്ട് ഏകദേശം ഒരു 1 മന്ത് മുമ്പത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ തന്നെ ചൂടൊന്നും ഇല്ലായിരുന്നു, നല്ല ക്ലൈമറ്റാണ്, നല്ല സുഖമായിരുന്നു പോകാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ വിൻ്റർ സീസണിലൊക്കെ പോകാൻ പറ്റിയൊരു സംഭവമാണ്. ജസ്റ്റിക്ക് വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി പ്രത്യേക കൺസേൺ ആണ്. പ്രത്യേകിച്ച് കൊച്ചിൻ്റെ കാര്യത്തിൽ ജസ്റ്റിക്ക് നല്ല ടെൻഷനുണ്ട്. കാരണം നല്ല കുസൃതിയാണല്ലോ. അങ്ങനെ നമ്മളെല്ലാവരും ബോട്ടിൽ ഇന്നായി. പിന്നെ നമ്മുടെ കപ്പിത്താൻ ബോട്ട് ഓടിക്കുന്ന ആളെ നമ്മുടെ നാട്ടിൽ എന്നെ പറഞ്ഞ സ്രാങ്കോ, നമ്മുടെ സ്രാങ്ക്, ഞാനത് മലയാളിയാണ് പക്ഷെ മലയാളി അല്ലെന്ന് കേട്ടോ. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ചേട്ടനാണ്. പുള്ളിക്കാരനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു എന്തൊക്കെ ചെയ്യണം, എന്തെങ്കിലും പറ്റിയ വെള്ളത്തിലോട്ട് ചാടണോ കരയിലോട്ട് ചാടണോ, ലൈഫ് ജാക്കറ്റ് ഇട്ട് ചാടണോ ഇടാതെ ചാടണോ എന്നൊക്കെ പുള്ളി നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ എനിക്കൊരു കാര്യം മനസ്സിലായി, ലൈഫ് ജാക്കറ്റ് ഇട്ട് ചാടിയാലും
ഇടാതെ ചാടിയാലും ഞാൻ വെള്ളത്തിൽ പൊങ്ങി കിടക്കുകയല്ല. കാരണം നമുക്ക് അത്രയും ഭാരമാണല്ലോ. എനിവേ നമുക്ക് കം ടു ദ പോയിന്റിലേക്ക് വരാം. അങ്ങനെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പക്ഷെ അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. എനിക്ക് എന്താ പറയുന്നത്, ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. എന്നും ഈ അൽവാദ പോകുന്നതും വരുന്നതും മാത്രമല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളത് അല്ലേ? ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് പോകണ്ടേ? ശരിക്കും ഞാൻ പറഞ്ഞ പോലെ വിൻ്ററിൽ മസ്റ്റായിട്ടും നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സംഭവം കേട്ടോ. 6:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഈ എന്താ പറയുന്നത്, ഈ വാട്ടർ ടാക്സിയെ. ശരിക്കും പറഞ്ഞാൽ 50 മിനിറ്റ് വെള്ളത്തിൽ കൂടെ തന്നെ. ഇടയ്ക്ക് 2-3 സ്റ്റോപ്പിൽ നിർത്തും, പിന്നെ ഒരു 2-3 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ കേട്ടോ. 50 മിനിറ്റോളം ഉണ്ട്. 7:20 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അതുവരെ നന്നായിട്ട് എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെ എന്താ പറയുന്നത്, പോകുമ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബല്ലേ അല്ലേ? ശരിക്കും യാസ് ഐലൻഡ് ഏരിയ ഒക്കെ നന്നായിട്ട് എന്താ പറയുന്നത് കണ്ടാസ്വദിച്ച്, എന്ത് ബ്യൂട്ടിഫുള്ളായിട്ട് ബിൽഡ് ചെയ്തേക്കുന്നത് ഞാൻ ഓർക്കുമായിരുന്നേ. പണ്ട് വെറുതെ ഒരു ഐലൻഡായിട്ട് കിടന്നൊരു സ്ഥലമാണ്. ഇപ്പം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ബിൽഡിംഗ് ഒക്കെ വന്ന് നന്നായിട്ട് അവരത് എന്താ പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്ത്, ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഓർത്തോട്ട്. നാട്ടിലുണ്ടല്ലോ ഇതുപോലെ കായലും കടലും ഒക്കെ കയറി കിടക്കുന്ന സ്ഥലമൊക്കെ. അതൊക്കെ ഇങ്ങനെ ഇതുപോലൊക്കെ അവരും എന്താ പറയുന്നത് മേക്ക് ചെയ്ത് നമ്മുടെ ടൂറിസമൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകണേൽ നമുക്ക് എന്തുമാത്രം ഇന്ത്യയിൽ റവന്യൂ കിട്ടേണ്ട ഒരു സംഭവം അല്ലേ? അതിന് പകരം കാല് കയ്യേറി കടൽ കയ്യേറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ബോട്ടിൻ്റെ ആകും കേട്ടോ. ഇത് സിസിലിൻ്റെ വൈഫും കൊച്ചുമാണ്, ഫാമിലിയാണ്. പിന്നെ പുറയിൽ ലിജോപ്പൻ ഇരിപ്പുണ്ട്, ജേഡു ഇരിപ്പുണ്ട്, സിസിലിൻ്റെ കൊച്ചിരിപ്പുണ്ട്, ജസ്സി ഇരിപ്പുണ്ട്. അവരെല്ലാം ലാസ്റ്റ് സീറ്റുകാരാണ്, പിൻ ബെഞ്ചുകാർ. നമ്മൾ ആദ്യം തന്നെ കയറി ഫ്രണ്ടിലത്തെ സീറ്റ് അങ്ങ് പിടിച്ചത് കൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത്, അതിലൂടെ സൺസെറ്റും കൂടെ ആയപ്പോഴത്തേനുണ്ടല്ലോ ഒരു പൊളി വൈബ് എന്ന് പറഞ്ഞാൽ പൊളി വൈബായിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ജസ്റ്റ് കഴിഞ്ഞ് ഇനിയിപ്പോൾ സമ്മർ തുടങ്ങും. സമ്മർ കഴിഞ്ഞ് ഇനി നമുക്ക് വിൻ്ററിൽ ഒന്നുകൂടെ വരണം ജസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒന്നുകൂടെ പോകണം, ഒന്നുകൂടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. എനിക്കങ്ങ് ശരിക്കും പറഞ്ഞാണ്ടല്ലോ മതിയായില്ല. അത് തന്നെയല്ല, വാട്ടർ ടാക്സിയിലാണെങ്കിലും ഭയങ്കര ക്രൗഡെന്നല്ല, ഒത്തിരി ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അത് ചിലപ്പോൾ ഈ സീസണിൻ്റെ ആയതുകൊണ്ടാണോ എന്ന് അറിയത്തൊന്നുമില്ല. ഫുൾ സീറ്റ്, എല്ലാ സീറ്റും ഫുള്ളൊന്നും അല്ലായിരുന്നു. നമുക്ക് നന്നായിട്ട് ഈ വിസ്തരിച്ചിരുന്ന് കണ്ടും കേട്ടുമൊക്കെ പോകാം. ഇടയ്ക്ക് വേണേൽ പോയി സീറ്റ് മാറിയിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ നേരം ഫ്രണ്ടിലൊക്കെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞാൻ തന്നെ കുറേ നേരം എന്താ പറയുന്നത് സെൽഫിയൊക്കെ എടുത്തു. അങ്ങനെ നോക്കിയപ്പോൾ ദേ പോകുന്നൊരു ഫ്ലൈറ്റ്. നോക്കിയപ്പോൾ നമ്മുടെ സ്വന്തം എയർ ഇന്ത്യ ഫ്ലൈറ്റൊക്കെ കണ്ടാൽ നമ്മൾ എത്ര വളർന്നാലും എത്ര നമ്മൾ വലുതായാലും നമ്മൾ എത്ര പ്രാവശ്യം ഫ്ലൈറ്റിൽ കയറിയാലും പിന്നെ ഒന്നുകൂടെ കാണാൻ തോന്നും അല്ലേ? അതങ്ങനെ ഒരു പ്രതിഭാസമാണ്. എനിവേ അങ്ങനെ ഫ്ലൈറ്റിൻ്റെ വഴിക്കും നമ്മൾ നമ്മുടെ വഴിക്കും പോയി. നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇടയ്ക്കെല്ലാം ഓരോ എന്താ പറയുന്നത് ഓരോ സ്റ്റേഷനോ അല്ലെങ്കിൽ ഓരോ സ്റ്റോപ്പിൽ ബോട്ട് നിർത്തുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആളെ കയറ്റാനില്ലാത്തതുകൊണ്ട് ആരെയും കയറ്റുന്നില്ല. പക്ഷെ ചിലർ ഓരോ സ്റ്റോപ്പിൽ ഇറങ്ങി അങ്ങ്. ഇതൊക്കെ ശരിക്കും കണ്ടാൽ ഒരു വെനീസിൽ കൂടെ പോകുന്ന പോലെയൊക്കെ തോന്നുന്നില്ലേ? അത്ര ഇല്ലെങ്കിലും ഏകദേശം അതുപോലെയൊക്കെ. പക്ഷെ എൻ്റെ മനസ്സിൽ വന്നത് മുഴുവൻ നമ്മുടെ നാട്ടിൽ ഇതിനേക്കാളും കായലും കടലും ഒക്കെ ഉള്ളൊരു നാടല്ലേ നമ്മുടെ കൊച്ചു കേരളം. ആ നാട്ടിൽ എങ്ങനെ ഇവർ ഈ ചെയ്ത പോലെ എന്തൊക്കെ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ടൂറിസത്തിന് വേണ്ടിയിട്ട് എന്തോരം കാര്യങ്ങൾ ചെയ്താൽ ഗവൺമെൻറ് അതൊരു അസറ്റാണ്, അല്ലെ ഒരു റവന്യൂ ആണ്. അതല്ലേ ബാക്കി എന്തോരം ആൾക്കാർക്ക് തൊഴിൽ കിട്ടും, അല്ലെ എന്തോരം ആൾക്കാർ നമ്മുടെ നാട് വിസിറ്റ് ചെയ്യും. അതിന് വരെ ചുമ്മാ വെറുതെ ഇട്ട് കായൽ കയ്യേറി കടൽ കയ്യേറി കായലോരം കയ്യേറി എന്നൊക്കെ പറഞ്ഞ് ഒഴിപ്പിക്കുക പൊളിപ്പിക്കുക ഇതൊക്കെ തന്നെ. പക്ഷെ ഇവിടെ നോക്കി എന്ത് നല്ല സൂപ്പറായിട്ട് അവർ ഇതൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന്. കുറേ ഏരിയ റെസിഡൻസിന് വേണ്ടിയിട്ട് കൊടുത്തു, കുറേ ഹോട്ടൽസ് ആക്കി, കുറേ അല്ലാതെ കൊടുത്തു. അങ്ങനെയൊക്കെ നന്നായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ വിചാരിക്കുമായിരുന്നേ ഇവിടെയെങ്ങാനും ഒരു ഫ്ലാറ്റ് എടുത്ത് മാറിയാലോ എന്ന് പറയും. എന്താ വ്യൂ അല്ലേ? നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് അതല്ലേ നമുക്ക് ഓഫൊക്കെ ഉള്ളപ്പോൾ ബാൽക്കണിയിൽ ഇരുന്ന് ഇങ്ങനെ കോഫിയൊക്കെ സിപ്പ് ചെയ്തിരിക്കാൻ പൊളിയായിരിക്കും. ഞാനതൊക്കെ ഇങ്ങനെ മനസ്സിൽ കണ്ടു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന 1-2 പേര് ഈ യാസിൽ താമസിക്കുന്നുണ്ട് ഈ ഏരിയയിലൊക്കെ. ചുമ്മാ അല്ല അവർക്ക് ഈ ഏരിയ ഒന്നും വിട്ടുപോകാൻ തോന്നാത്തത്. അത്ര അടിപൊളി ഏരിയ അല്ലേ? ഈ അബുദാബി വാട്ടർ ടാക്സിയെ കുറിച്ചും അതിൻ്റെ ടൈമിങ്ങിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അബുദാബി മാരിടൈമിൻ്റെ വെബ്സൈറ്റ് നമ്മൾ സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ടൈമിംഗ് ഒക്കെ, ഏതൊക്കെ ടൈമാണെന്ന്. ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് വളരെ ചീപ്പാണ്. പെർ ഹെഡിന് 20 ദിറംസേ വരുന്നുള്ളൂ. സോ 20 ദിറംസിന് ഞാൻ പറഞ്ഞ പോലെ 50 മിനിറ്റ്സ് ശരിക്കും പറഞ്ഞാൽ വർത്താ കേട്ടോ. നമ്മൾ ഇതുവരെയും ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. നമ്മൾ ഇതുവരെയും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു എന്താ പറയുന്നത് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പുറകോട്ട് വന്നിരുന്നു കേട്ടോ. മുമ്പിലത്തെ എന്താ പറയുന്നത് എൻ്റെ എക്സ്പ്ലോഷറൊക്കെ കഴിഞ്ഞിട്ട് ബൈക്കിലേക്ക് വന്നു. ബൈക്കിൽ നിന്ന് നമ്മൾ അറിയണമല്ലോ എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ നോക്കുമ്പോൾ ലിജോയും ജസ്റ്റിയും ഒന്നും അവിടെ നിന്ന് മാറുന്നേ ഇല്ല, പുറകെ തന്നെ അങ്ങിരിക്കുക. ഇത് ഞാൻ പറഞ്ഞില്ലേ ബോട്ട് ഫുള്ളൊന്നും അല്ലായിരുന്നു, ഇത്രയും ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, ഓവർ ക്രൗഡൊന്നും അല്ല.
പിന്നെ ഒരു വാട്ടർ ടാക്സി ഒന്നും അല്ല ഉള്ളത്, ഒന്നിൽ കൂടുതൽ വാട്ടർ ടാക്സികൾ. നമ്മുടെ വാട്ടർ ടാക്സി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് യാസ്ബേ എന്നാണ് സ്റ്റാർട്ട് ചെയ്ത്, അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് പല പല റൂട്ടിലോട്ട് പല പല വാട്ടർ ടാക്സികളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ റൂട്ടിനും എന്താണ് റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ പോയ റൂട്ടിലേക്ക് നമ്മൾ യാസ് വാട്ടർ വേന്ന് തിരിച്ച് യാസ് വാട്ടർ വേയിൽ തിരിച്ചു വന്നു. അങ്ങനെയായിരുന്നു നമ്മുടേത്. ഞാൻ പറഞ്ഞില്ലേ, ചിലർ അവിടം വരെ തിരിച്ച് വന്നില്ല, ചിലർ അവിടെ നിന്ന് വേറെ പല സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോയി. അപ്പോൾ അത്രയും ഫീസൊന്നും ഉണ്ടാവത്തില്ല, അത് കുറച്ചായിരിക്കും. അങ്ങനെ പല പല എന്താ പറയുന്നത്, പല പല രീതിയിൽ നമുക്ക് പോവാം. ഈ എന്താ പറയുന്നത്, ഈ വാട്ടർ ടാക്സി സ്റ്റോപ്പ് ചെയ്യുന്നിടത്തുനിന്ന് പിന്നെ നമുക്ക് ബസ് സർവീസും ടാക്സിയും ഒക്കെ എടുത്ത് പോവാം. അങ്ങനെ ആക്സസ് ഉണ്ട്. സോ അതുകൊണ്ട് അങ്ങനത്തെ പല പല ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് നല്ല എളുപ്പം. അങ്ങനെ നമ്മൾ കറക്റ്റ് നമ്മുടെ ടൈമിങ് ഞാൻ പറഞ്ഞില്ലേ 6:30 ആയിരുന്നതുകൊണ്ട് കറക്റ്റ് സൺസെറ്റിൻ്റെ സമയം കൂടെ ആയിരുന്നുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുത്തെന്ന് പറഞ്ഞാൽ ചൂടൊന്നും ഇല്ലാത്ത നല്ല തണുത്ത കാറ്റും ഒക്കെ ആയിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ കാണുമ്പോൾ അറിയത്തില്ല, ഞങ്ങൾ വേർത്തിട്ടൊന്നുമില്ല. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല വെതറായിരുന്നു, നല്ലൊരു എന്താ പറയുന്നത് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസും ആയിരുന്നു. ശരിക്കും നന്നായിട്ട് നമ്മുടെ മനസ്സൊക്കെ എന്താ പറയുന്നത് നല്ല പീസ് മൈൻഡായിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. നമ്മൾ ഗ്രൂപ്പ് കൂടി പോകുന്നതുകൊണ്ട് ഈ വർത്താനമൊക്കെ പറഞ്ഞു പോകുന്നത്, അതല്ല നല്ല നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക്കൊക്കെ കേട്ടുകൊണ്ട് പോവുകയാണെങ്കിലോ എന്നെ ഒരു വൈബാന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. വാ പൊളിയായിരിക്കും കേട്ടോ. ഞാനത് ജസ്റ്റോട് പറഞ്ഞു നമുക്കിനി ഒന്നുകൂടെ പോകണമെന്ന്, ഒന്നുകൂടെ എനിക്ക് നന്നായിട്ട് പാട്ടൊക്കെ കേട്ട് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് പോകണം എന്ന് തോന്നി. ഫ്ലാറ്റ് നമുക്ക് ഇങ്ങോട്ട് മാറണ്ടേ? ജസ്റ്റ് കഴിഞ്ഞോ? തിരിച്ചെത്തിയോ? 7:02. എത്ര മണി വരെയായിരുന്നു? ഇവിടുന്ന് ഇതിന് മുമ്പേ കാണിച്ചതാണ് വേറൊരു സ്റ്റോപ്പ്. ഞാൻ പറഞ്ഞില്ലേ 2-3 സ്റ്റോപ്പ് ഉണ്ട്. അവിടെയൊക്കെ നിർത്തി ചിലപ്പോൾ ആളെ കയറ്റി അതല്ലെങ്കിൽ ആളെ ഇറക്കിയാണ് പോകുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇതുവരെ നിങ്ങൾ കയറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് കയറേണ്ട ഒരു സാധനമാണ്. അതല്ല നാട്ടിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലുമൊക്കെ റിലേറ്റീവ്സോ ഒക്കെ വരുവാണെങ്കിൽ കൊണ്ടാൻ പറ്റിയൊരു സംഭവം കേട്ടോ. ഒരു വെറൈറ്റി അല്ലേ. ഇതാണ് സിസിലിയൻ്റെ ഫാമിലി. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ കൊച്ചിന് ഭയങ്കരമായിട്ട് നാണം വന്ന് ഈവയ്ക്കൊരു ചമ്മൽ. ഈവ നമ്മളിവിടെ സെയിൻറ്റ് ജോസഫ് സ്കൂളിലാണ് പഠിക്കുന്നത് കേട്ടോ. ഇനി ഈവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെന്ന് വേണ്ട. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബോട്ട് നിർത്തിയിട്ടപ്പോൾ ഞാൻ കുറച്ച് നേരം നിന്ന് ഷോ കാണിക്കാമെന്ന് വിചാരിച്ചേ. ഓടുന്ന ബോട്ടിൽ നിന്ന് ഷോ കാണിക്കാൻ അവർ സമ്മതിക്കുകയില്ല, അവർ ഇരിക്കാൻ പറയും. പിന്നെ ലൈഫ് ജാക്കറ്റൊക്കെ നമ്മുടെ കൈ തന്നിട്ടുണ്ട്, ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്തെങ്കിലും എമർജൻസി ആയാൽ അവരിടാൻ നമ്മളോട് പറയും. അതുവരെ നമ്മളത് കൈ പിടിച്ചുകൊണ്ടിരുന്നാൽ മതി. അതുകൊണ്ട് ഞങ്ങളത് കൈ പിടിച്ച് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വാട്ടർ ടാക്സിയെ കയറിയപ്പോൾ തൊട്ട് ജസ്റ്റോട് പറയുന്നുണ്ട്, ജസ്റ്റ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും മൂവ് ചെയ്യാമെന്ന്. അവിടുത്തെ ബിൽഡിംഗ് ഒക്കെ കണ്ടിട്ടാണേലുണ്ടല്ലോ എനിക്ക് സഹിച്ചില്ല. പിന്നെ ഞാൻ ജസ്റ്റോട് പറഞ്ഞു, ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ചൂണ്ടിടുകയും ചെയ്യാമല്ലോ, വേറൊരിടത്തോട്ടും ചൂണ്ടിടാൻ വേണ്ടി പോകണ്ട, തൊട്ട് ഫ്ലാറ്റിൻ്റെ കീഴെ വെള്ളം. പൊളിയായിരിക്കും അല്ലേ. നമുക്ക് മീൻ വേണമെന്ന് തോന്നുമ്പോൾ താഴെ ചെല്ലുന്നു, ചൂണ്ടിടുന്നു, മീൻ പിടിക്കുന്നു, കറി വെക്കുന്നു. വാവ്, ഇതൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്വപ്നങ്ങളൊക്കെ എനിക്കുള്ളൂ. ഇതാണ് ഞാൻ സ്വപ്നം കാണുന്ന കിനാശ്ശേരി എന്ന് പറഞ്ഞാലേ. പൊളിയായിരിക്കും അല്ലേ, നല്ല പൊളിയായിരിക്കും. റെൻ്റ് അതിനേക്കാളും പൊളിയാണല്ലോ. ശരിക്കും പറഞ്ഞാൽ 50 മിനിറ്റ് മൊത്തം എടുക്കുന്നുണ്ടെങ്കിലും എനിക്കൊരു 10 മിനിറ്റ് പോലെ തോന്നി കേട്ടോ. അത്ര പെട്ടെന്ന് തീർന്നുപോയി. കാരണം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത് എന്താ പറയുന്നത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ടൈം പോകും. അതല്ല നമുക്ക് നേരെ തിരിച്ച് നമുക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കൊട്ടും സമയം പോകത്തുമില്ലല്ലേ. വളരെ പെട്ടെന്ന് പോലെ. പക്ഷേ ഞാൻ വിചാരിച്ചു നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേനും ഇരുട്ടാവുമായിരിക്കും കേട്ടോ. പക്ഷേ ഇരുട്ടൊന്നും ആയില്ല. ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സൺസെറ്റ് 7:30 ആയാലും സൺസെറ്റ് ആവുന്ന സമയം ആവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നല്ല വെട്ടമുണ്ട്. 7:30 ആയെന്നൊന്നും പറയില്ല, ഒരു 6 o'clock ആയെന്നേ പറയുള്ളൂ അല്ലേ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ 7:20 കഴിഞ്ഞു. കണ്ടോ, ചന്ദ്രൻ സാറൊക്കെ വന്നിട്ടുണ്ട്. ചന്ദ്രൻ സാറിന് സൂര്യൻ സാറ് പോയിട്ട് വേണം പെട്ടെന്ന് വരാൻ. അങ്ങനെ നമ്മളെ കപ്പിത്താൻ, നമ്മുടെ സ്രാങ്ക് നമ്മളെ പെട്ടെന്ന് കരയിൽ കൊണ്ടെത്തിച്ചു. ബോട്ട് നിന്നപ്പം എന്താ പറയുക, കുറച്ച് നിന്ന് ഫോട്ടോ എടുത്തേക്കാന്ന് വിചാരിച്ചു. കുറച്ച് ഷോ ഓഫ്, ഓടുമ്പോൾ നിന്നെടുക്കാനുള്ള ധൈര്യമില്ല, അതുകൊണ്ട് പിന്നെ നിന്ന് കഴിഞ്ഞപ്പോൾ എടുത്താണ്. അങ്ങനെ ബോട്ടൊക്കെ സ്റ്റോപ്പ് ചെയ്തു, എല്ലാവരെയും ഇറക്കുവാണ്. അങ്ങനെ എല്ലാവരും ഇറങ്ങി. ഇതാണ് നമ്മൾ പോയ വാട്ടർ ടാക്സി കേട്ടോ. കണ്ട വലിയ കുഞ്ഞാന്ന് തോന്നും, വലിയ കുഞ്ഞല്ല, കണ്ടാൽ കുഞ്ഞാന്ന് തോന്നും, പക്ഷെ അത്ര കുഞ്ഞൊന്നുമല്ല. ഇവിടെ നിന്നാണ് നമ്മളെ കയറ്റിയെടുത്ത് തന്നെ അവർ ഭദ്രമാക്കി ഇറക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വാട്ടർ ടാക്സി എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ പോയിട്ടില്ല എങ്കിൽ, പോയവരാണെങ്കിലും ഒന്നുകൂടെ പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പോയിട്ടില്ല എങ്കിൽ നമ്മളുടെ യാസ് വാട്ടർ വേ ചെന്നാൽ മതി വാട്ടർ ടാക്സിക്ക് കയറാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വെനീസിൽ കൂടെ ഒക്കെ പോകുന്ന ആ ഒരു ഫീല്, അതാകുമ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റും കൊടുക്കണ്ട, വിസ എടുക്കണ്ട, ഒരു കുഞ്ഞ് വെനീസിൽ കൂടെ പോയൊരു എന്തോ ഒരു ഫീലിംഗ് കിട്ടും കേട്ടോ.
അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ യാസിൽ കൂടെ കുറച്ച് നേരമൊക്കെ യാസ്ബേഡ് ആ ഏരിയ കൂടെ കേട്ടോ കുറച്ച് നേരമൊക്കെ കറങ്ങി. അവിടെ ഒരു കുഞ്ഞു വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർക്ക് കുറച്ച് കാണാനുള്ള സംഭവമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത്. ഇത് യാസിലെ നമ്മുടെ ഷെറട്ടൺ ഹോട്ടലാണ് കേട്ടോ. അതിൻ്റെയൊക്കെ മുമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് അതുവഴി കുറച്ച് തരക്കേടില്ലാതെ അതുവഴിയൊക്കെ കറങ്ങി ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് തേരാപ്പാര നിന്ന്. പിന്നെ ഇരുട്ട് വീഴാറായപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോയേക്കാം. എന്നാൽ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണ്ടേ, ഡിന്നർ ടൈം ആയല്ലോ, നമുക്ക് എവിടെയാണ് ഡിന്നർ കഴിക്കാൻ പോകേണ്ടതെന്ന് കൂലങ്കഷമായി ചർച്ച ചെയ്ത് പിന്നെ എല്ലാവരും നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളുടെ എന്താ പറയേണ്ടത് ഒരു വെറൈറ്റി വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എപ്പോഴും നിങ്ങളുടെ എൻ്റെ അനുവാദ വീഡിയോ മാത്രമൊന്നുമല്ല, ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അത് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. ഇടയ്ക്കൊക്കെ വീഡിയോ കാണുകയും ചെയ്താൽ മതി കേട്ടോ. ഇനി നേരെ നമ്മളുടെ വീട്ടിലേക്ക് നമ്മൾ യാസിനോട് ബൈ ബൈ പറയുകയാണ്. വീട്ടിലോട്ടല്ല, ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു നല്ല റെസ്റ്റോറൻറ്റ് തപ്പിപ്പിടിക്കുക, ഫുഡ് കഴിക്കുക. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. എനിക്കറിയാവുന്ന പോലൊക്കെ ഞാൻ ഡൗട്ട് ക്ലിയർ ആക്കി തരാം. അപ്പോൾ തൽക്കാലം യാസിനോട് നമ്മൾ ബൈ ബൈ പറയുന്നു. അധികം ദൂരമൊന്നുമല്ലോ. അപ്പോൾ ശരി, എന്നാൽ പോയേച്ചും വരാം.